നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നമുക്ക് കുറച്ച് തെരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായിട്ട് അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് ഒന്ന് റിവിഷനായിട്ട് പോവാം. കുറച്ച് തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ നമുക്കൊന്ന് റിവിഷൻ കേൾക്കാം. 1956 സംസ്ഥാന പുനഃസംഘടന വഴി നിലവിൽ വന്ന ഏറ്റവും ചെറിയ സംസ്ഥാനം കേരളമാണ് അല്ലേ. ഇപ്പോൾ ഒരുവിധം 4 ഘട്ടക്കാരും കുഴപ്പമില്ലാതെ പോയി. 3-ാം ഘട്ടത്തിലെ ഉള്ള ഒരിച്ചിരി ഭരണഘടന ഒരിച്ചിരി പാടായത്. എന്നാലും നിങ്ങൾ പാടാണെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ തെറ്റിക്കാൻ നിൽക്കരുത്. അറിഞ്ഞുകൂടാത്ത അത്രയും അങ്ങ് വിട്ടേരെ. അത് നിങ്ങൾ ചിന്തിക്കേണ്ട. എൻ്റെ ചോദ്യമായി ഇത് ഞാൻ എഴുതുന്ന ചോദ്യങ്ങളെ പാടുള്ളൂ, ഞാൻ എവിടെ ഏത് പരീക്ഷയ്ക്ക് പോയാലും ഇങ്ങനെ ആണല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അത് കൂടുതൽ ചിന്തിച്ച് ഉള്ള മാർക്കും കൂടെ ഇല്ലാതാക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ പരീക്ഷ എളുപ്പമായിരിക്കും. നിങ്ങൾ സന്തോഷത്തോടെ മനസ്സിന് നല്ല സന്തോഷം കൊടുത്ത് തന്നെ പരീക്ഷാ ഹാളിലേക്ക് പഠിക്കുകയും ചെയ്യുക. നിങ്ങളുടെ കർത്തവ്യം എന്താ? പരീക്ഷയുടെ തലേന്ന് വരെയും പഠിക്കുക. കറണ്ട് അഫേഴ്സ് റിവിഷൻ, സയൻസ് സ്കൂൾ ടെസ്റ്റ് നല്ലോണം ഒന്ന് വായിക്കുക. കറണ്ട് അഫേഴ്സ് റിവിഷൻ, മാത്സ് മെന്റൽ എബിലിറ്റികൾ പറ്റുന്നതൊക്കെ ചെയ്ത് പഠിക്കുക. ഓക്കെ, വലിയ മാത്സ് ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള മാത്സുകൾ ചെയ്യാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ചെയ്ത് പഠിക്കുക. അല്ലാതെ എനിക്ക് അത് അറിയാം, മാത്സ് ഞാൻ അവിടെ ചെന്നോ ചെയ്തോളാം എന്നല്ല. 1 മണിക്കൂർ എന്നും മാത്സിന് ഒരു ഫ്ലോയിൽ കറണ്ട് അഫേഴ്സും കണക്കിൻ്റെ ടോപ്പിക്കുകളും ഒന്ന് കവർ ചെയ്യുക കേട്ടോ. അപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് ശരിയാവും. വരുന്ന പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് എല്ലാവിധ ആശംസകളും. നമുക്കൊന്ന് റിവിഷൻ നടത്താം. അപ്പോൾ 1956 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ പേരെന്താ? ഫസൽ അലി കമ്മീഷൻ. എന്നാ ഫസൽ അലി വന്നത്? 53 ഫസൽ അലി കമ്മീഷൻ വന്നതെന്നൊക്കെ അറിയാം അല്ലെ. 1953 ഫസൽ അലി കമ്മീഷൻ വന്നതെന്ന് നമുക്കറിയാം. 53 ആരൊക്കെ ഉണ്ടായിരുന്നു ഫസൽ അലി കമ്മീഷനിൽ? ഫസൽ അലി കമ്മീഷനിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. സർദാർ KM പണിക്കർ, HM ഖുസ്രു, ഫസൽ അലി. 53 അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷം? 55. 1955 റിപ്പോർട്ട് സമർപ്പിക്കുകയും തൊട്ടടുത്ത വർഷം സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരികയും ചെയ്തു. അങ്ങനെ എത്ര സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. അത് തെറ്റിപ്പോരുതേ. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. പിന്നെ 15ാമതൊരു സംസ്ഥാനം വരുന്ന എപ്പോഴാണ്? 1960 ഗുജറാത്താണ് 15ാമതായിട്ട് വരുന്നത്. ഉപ്പ്, നിലക്കടല, പരുത്തി ഇതൊക്കെ ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ ഗുജറാത്ത്. പരുത്തി തുണി വ്യവസായം എവിടെയെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര. മുംബൈ തുറമുഖത്ത് തന്നെയല്ലേ പരുത്തി തുറമുഖം ഏതെന്നൊക്കെ ചോദിച്ചാലും നമുക്ക് പരുത്തി ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതും ഒക്കെ തുറമുഖം ഏതെന്നൊക്കെ ചോദിച്ചാലും മുംബൈ തുറമുഖം എന്നുള്ളത്. അപ്പൊ പരുത്തി തുണി വ്യവസായത്തിലാണെങ്കിൽ മഹാരാഷ്ട്രയും, പരുത്തി ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഗുജറാത്തിലാണ്. സുവർണ്ണ നാരാണോ പരുത്തി? അല്ല, സുവർണ്ണ നാര് ചണമാണ്. സാർവത്രിക നാര് യൂണിവേഴ്സൽ ഫൈബർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് പരുത്തിയാണ് കേട്ടോ. പരുത്തി കൃഷിക്ക് ആവശ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്കും കരിമ്പ് കൃഷിക്കും ഒക്കെ അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണിന്റെ മറ്റൊരു പേരെന്താ? റിഗർ മണ്ണ് അല്ലെ. റിഗർ മണ്ണ് അഥവാ ചെർണോസം എന്ന് വിളിക്കുന്നതും കറുത്ത മണ്ണിനെയല്ലേ ചെർണോസം എന്ന് വിളിക്കുന്നതും. പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് പ്രധാനമായിട്ട് നമ്മുടെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം ഏതെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂര്. അതുപോലെ കരിമ്പ് കൃഷിയൊക്കെ പാലക്കാട് ജില്ലയിലാണ് കൂടുതൽ. ഇപ്പം കരിമ്പ് കൃഷി ഒന്ന് മാറി എന്ന് പറയുന്നുണ്ട് അല്ലേ. എവിടെയാണ് കരിമ്പ് കൃഷി? ഇടുക്കിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാണെന്ന് പറയാറുണ്ട്. ഇടുക്കിയിലാണെന്ന് പറയാറുണ്ട്. അപ്പൊ പരുത്തി ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിൽ, അരി ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിൽ. ഇന്ത്യയിൽ അരി ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളിലും. കണ്ടൽക്കാട് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചല്ലേ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് പശ്ചിമ ബംഗാൾ. അരിയും കണ്ടൽക്കാടും ഏറ്റവും കൂടുതൽ. ചണവും കണ്ടൽക്കാടാണ് അല്ല, ചണവും പശ്ചിമ ബംഗാളാണ്. ചണവും ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളാണെന്ന് പറയണ്ടേ. അപ്പൊ 56 14 സംസ്ഥാനങ്ങളിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാ? കേരളം. എന്നാ കേരളം വന്നത്? 56 നവംബർ 1 അല്ലെ. 56 നവംബർ 1 കേരളം കയറി വരുന്നത്. 56 നവംബർ 1 വേറെ ഏതൊക്കെയാണ് വന്നത്? 56 നവംബർ 1 വന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. കേരള PSC വന്ന വർഷം ചോദിച്ചാൽ 1956 നമ്മൾ പറയേണ്ടത്. കേരള PSC വന്ന വർഷം ചോദിച്ചാൽ ഏത് പറയണം? 56 വേണം. പിന്നെ കേരള ഹൈക്കോടതി വന്നത് 56 കേരള ഹൈക്കോടതി എവിടെ ആസ്ഥാനം? കൊച്ചിയിലാണ്. കേരള ഹൈക്കോടതി വന്നത് 56 നവംബർ 1 അല്ലെ. കേരള ഹൈക്കോടതിയുടെ അടുത്തായിട്ട് ഉള്ള വന്യജീവി സങ്കേത കേന്ദ്രം ഏതാ? മംഗളവനം പക്ഷി സങ്കേത കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ. കേരള ഹൈക്കോടതിയുടെ തീരത്തുള്ള കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നതും കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേത കേന്ദ്രം ഏതെന്ന് ചോദിച്ചാലും മംഗളവനമാണ് പറയേണ്ടത് അല്ലേ. മംഗളവനവും തട്ടേക്കാടും എറണാകുളത്തല്ലേ. ഭൂതത്താൻ കെട്ട് അണക്കെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഭൂതത്താൻ കെട്ട് അണക്കെട്ട് എവിടാന്ന് ചോദിച്ചാൽ എറണാകുളത്താണ്. പെരിങ്ങൽകുത്ത് എവിടെയാണ്? പെരിങ്ങൽകുത്ത് തൃശ്ശൂരാണ് അല്ലോ. പെരിങ്ങൽകുത്ത് എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂര്. ഷോളയാറും തൃശ്ശൂരാണ്. പെരിങ്ങൽകുത്ത്, ഷോളയാർ ചാലക്കുടി പുഴയിലാണ്. തൃശ്ശൂരാണെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ അതങ്ങ് മാറിയ 56 സംസ്ഥാന പുനഃസംഘടനാ നിയമം.
53-ലല്ലേ UGC വന്നത്, തെറ്റിപ്പോരുതേ. UGC നിലവിൽ വന്നത് 53-ലാണ്. UGC ശാന്തി സ്വരൂപ് ഭട്നഗർ അല്ലേ ആദ്യത്തെ ചെയർമാൻ, ശാന്തി സ്വരൂപ് ഭട്നഗർ. ഇന്ത്യയുടെ നോബൽ സമ്മാനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരിലാണ്, ഭട്നഗർ പുരസ്കാരം. ഇന്ത്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഭട്നഗർ പുരസ്കാരം ഏത് മേഖലയ്ക്കാണ് നൽകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ശാസ്ത്ര മേഖലയ്ക്കാണ് നോബൽ സമ്മാനം. ഇനി ഈ ഭട്നഗർ പുരസ്കാരം ശാസ്ത്ര മേഖലയ്ക്കാണ് കൊടുക്കുന്നത്. നോബൽ സമ്മാനം ഇന്ത്യയിലേക്ക് വരുന്നത് ഏത് വർഷം? 1913 സാഹിത്യത്തിന് അല്ലേ, ടാഗോർ. പെട്ടെന്ന് അതൊന്ന് പറയട്ടെ. 1913 സാഹിത്യത്തിന് ടാഗോർ, 1930 ഫിസിക്സിന് CV രാമൻ, 1968 ഹർ ഗോവിന്ദ് ഖുരാന മെഡിസിൻ, 1979 മദർ തെരേസ സമാധാനം, 1983 S ചന്ദ്രശേഖർ ഫിസിക്സ്, 1998 അമർത്യ സെൻ എക്കണോമിക്സ്, 2009 വെങ്കിട്ടരാമ രാമകൃഷ്ണൻ കെമിസ്ട്രി, 2014 കൈലാഷ് സത്യാർത്ഥി സമാധാനം, 2019 അഭിജിത്ത് ബാനർജി എക്കണോമിക്സ്. കൈലാഷ് സത്യാർത്ഥിയോടൊപ്പം നോബൽ സമ്മാനം പങ്കിട്ടത് മലാല യൂസഫായി. ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ വനിത ഏതെന്നൊക്കെ ചോദിച്ചാൽ മലാല യൂസഫായി. 2014 കൈലാഷ് സത്യാർത്ഥി. അദ്ദേഹത്തിന്റെ സംഘടന ഓർമ്മയുണ്ടോ? കൈലാഷ് സത്യാർത്ഥിയുടെ ബച്ചുബൻ ബച്ചാവോ ആന്തോളൻ, കുട്ടികളുടെ സംഘടനയാണ് കേട്ടോ. ബച്ചുബൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന ആരുടെയാണ്? കുട്ടികളുടെ സംഘടനയാണ് അല്ലെ. നർമ്മദ ബച്ചോബൻ ആന്തോളൻ ആരുടെയാണ്? മേധാ പട്കർ. നർമ്മദ ബച്ചോബൻ ആന്തോളൻ എന്ന പദ്ധതി ആരുടെയെന്ന് ചോദിച്ചാൽ മേധാ പട്കറുടെ ആയിരുന്നു അല്ലെ. സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണ്? സർദാർ സരോവർ പദ്ധതി ഗുജറാത്തിലാണ് അല്ലെ. ഗുജറാത്തിൽ ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി? ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഏത് നദി എഴുതാം? നർമ്മദ നദിയിലാണ്. സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നർമ്മദ. ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയല്ലേ റിഫ്റ്റ് വാലി. ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി നർമ്മദയും താപ്തിയാണ്. അറബിക്കടലിൽ പതിക്കുന്ന അല്ലെ ഉപദ്വീപി നദികളിൽ അറബിക്കടലിൽ പതിക്കുന്ന പ്രധാനപ്പെട്ട 2 നദികളാണ് നർമ്മദയും താപ്തി എന്ന് വിളിക്കുന്നത്. പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെയും ഉപദ്വീപി ഇന്ത്യയിൽ നിന്നും മറ്റേ ഇന്ത്യയിൽ നിന്നും തെക്ക് 2ആയിട്ട് തരംതിരിക്കുന്നത്, വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും 2ആയിട്ട് തിരിക്കുന്ന നദി ഏതെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നർമ്മദ. നമ്മളെ സർദാർ സരോവറിന്റെ പ്രതിമ അല്ലേ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഏറ്റവും ഉയരത്തിലുള്ള പ്രതിമ, ഏറ്റവും വലിയ പ്രതിമ ഏത് നദിയുടെ തീരത്തെന്ന് ചോദിച്ചാൽ നർമ്മദ നദി. നർമ്മദ നദിയുടെ പഴയ പേര് രേവ എന്ന് പറയുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്തതിലോട്ട് പോട്ടെ. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നത് ആമുഖത്തിലാണ് കേട്ടോ. ആമുഖത്തിലാണ് രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ആമുഖം എഴുതിയതാരാ? ജവഹർലാൽ നെഹ്റു. 1889 നവംബർ 14 അദ്ദേഹം ജനിച്ചത്. ശിശുദിനം കൂടാതെ നവംബർ 14 ഏത് ദിനമാ? പ്രമേഹ ദിനം. തെറ്റിപ്പോരുത്. പ്രമേഹ ദിനം എന്നു ചോദിച്ചാൽ നവംബർ 14. ഇൻസുലിൻ കണ്ടുപിടിച്ച ബാൻഡിങ്ങിന്റെ ഓർമ്മ ദിനമാണ് പ്രമേഹ ദിനം അഥവാ ഡയബറ്റിസ് ദിനം എന്ന് പറയുന്നത്. പ്രമേഹ ദിനം. എയ്ഡ്സ് ദിനം എന്ന ഡിസംബർ 1. പ്രമേഹ ദിനം നവംബർ 14. എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ 1 എയ്ഡ്സ് ദിനമായിട്ട് നമ്മൾ പറയാറുള്ളത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് പാർലമെന്റ് ലൈബ്രറിയിലുണ്ട് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ്. ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടെയായിരുന്നു കേട്ടോ. ഏറ്റവും ചെറിയ ഭരണഘടന അമേരിക്കയുടെയാണ്. ഏറ്റവും ആദ്യമായിട്ട് ഭരണഘടന എഴുതിയ രാജ്യം ഏതെന്ന് ചോദിച്ചാലും അമേരിക്കയാണ്. ഏറ്റവും ചെറിയ ഭരണഘടന ആരുടെയെന്ന് ചോദിച്ചാലും അമേരിക്ക. എഴുതപ്പെട്ട ഭരണഘടന ഇല്ലാത്ത 2 രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രയേലും. എഴുതപ്പെട്ട ഭരണഘടന ഇല്ലാത്ത 2 രാജ്യങ്ങൾ ചോദിച്ചാൽ ബ്രിട്ടനും ഇസ്രയേലുമാണ് നിങ്ങൾ പറയേണ്ടത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് വിവരാവകാശം മൗലികാവകാശമാണെന്നുള്ള ആർട്ടിക്കിൾ ഏതിലാണ്? ഒരു വിവരാവകാശം നമുക്കറിയാം, മൗലികാവകാശം അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 19(1)(a) പറയുന്നുണ്ട് കേട്ടോ. മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചല്ലേ നമ്മൾ 19 പറയുന്നത്. അത് 19(1)(a) എടുത്ത് പറയുന്നുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് മാതൃഭാഷയിലായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഒന്ന് പഠിച്ചു വെച്ചേരെ. 350(a) ആണ് കേട്ടോ. മാതൃഭാഷയിലായിരിക്കണം എന്ന് പറയുന്നത് 350(a). വെറൈറ്റി കണ്ടതുകൊണ്ട് എഴുതിയതാ. നിർദ്ദേശ തത്വങ്ങൾ മുഴുവൻ നടപ്പിലാക്കിയാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ ഒരു സ്വർഗമായി മാറും എന്ന അഭിപ്രായം പറഞ്ഞത് MC ചക്ലയാണ് കേട്ടോ. MC ചക്ല. മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഭരണഘടനയുടെ ഞാൻ ഇങ്ങനെ എഴുതിപ്പോയതായിരിക്കും, തെറ്റിപ്പോയതാ. ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1927 മദ്രാസ് സമ്മേളനം. അത് തെറ്റിപ്പോരുത്. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനം ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ ആയിരിക്കും. ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചതാരാ? 27 മദ്രാസ് സമ്മേളനത്തിൽ. പക്ഷെ മൗലികാവകാശങ്ങളുടെ പ്രമേയം അവതരിപ്പിച്ചത് 31 ഇന്റർനാഷണൽ കോൺഗ്രസിലെ കറാച്ചി സമ്മേളനം. സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ അവതരിപ്പിച്ചത്. 1931 മൗലികാവകാശത്തെ കുറിച്ച് പ്രമേയം അവതരിപ്പിച്ചത് കേട്ടോ. കറാച്ചിയാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു സത്യാഗ്രഹം പറയാമോ? ബർദോളി സത്യാഗ്രഹം. 28 ബർദോളി. കേദാ സത്യാഗ്രഹത്തിലും സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ട് അല്ലേ. ഗാന്ധിജി നടത്തിയ കേദാ സത്യാഗ്രഹത്തിൽ മറ്റൊരു പ്രധാന നേതാവായിരുന്നു ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സർദാർ പട്ടേൽ. എന്നാൽ കേദാ സത്യാഗ്രഹം 18 അഹമ്മദാബാദ് മിൽ പണിമുടക്കും കേദാ സത്യാഗ്രഹവും 18 തന്നെയാണ്. റൗലറ്റ് ആക്ട്
ആക്ട് 19, ജാലിയൻ വാലാബാഗ് സമരം 19, റൗലറ്റ് സത്യാഗ്രഹം എന്തെന്ന് ചോദിച്ചാലും 19. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ഏതാണെന്നറിയാമോ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷനുമായി ബന്ധപ്പെടുന്നു. അടുത്ത ചോദ്യം നോക്കേ. 42ാം ഭേദഗതി പ്രകാരം കൺകറന്റ് ലിസ്റ്റിൽ 2 വിഷയങ്ങൾ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തു. കുടുംബാസൂത്രണവും ജനസംഖ്യാ നിയന്ത്രണവും ഏതിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് കേട്ടോ. കൺകറന്റ് ലിസ്റ്റ് ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? അയർലൻഡിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് അയർലൻഡിൽ നിന്നും, സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. ഫെഡറൽ സംവിധാനവും കാനഡയിൽ നിന്നാണ്. സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കടമെടുത്തത് കാനഡ, ഫെഡറൽ ലിസ്റ്റും കടമെടുത്തത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം കാനഡയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏതാ? കാനഡ. ഏഷ്യയിലാണെങ്കിൽ ഇന്തോനേഷ്യ പറയാം, ഇന്തോനേഷ്യ. ഇന്ത്യയിലാണെങ്കിൽ ഗുജറാത്ത് പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരം ഗുജറാത്ത്. കേരളത്തിലാണെങ്കിൽ എന്താ പറയാം? കണ്ണൂർ പറയാം. കേരളത്തിൽ കണ്ണൂരാണ് നമ്മൾ. അപ്പൊ കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഓക്കെ. മറ്റ് 2 എണ്ണവും നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്ന്. ഏറ്റവും വേഗതയേറിയ കളി കാനഡയിൽ ഐസ് ഹോക്കി. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കളി ഏതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഐസ് ഹോക്കിയാണ്. സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധിക്കാൻ അധികാരമാർക്ക്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് രാഷ്ട്രപതിക്കൊന്നും എഴുതി കളയരുത്, സുപ്രീം കോടതിക്ക് തന്നെ പറ്റത്തുള്ളൂ കേട്ടോ. മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിത ദീപക് സന്ധു ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിത ആരായിരുന്നു? ദീപക് സന്ധു. 2005 വിവരാവകാശ കമ്മീഷൻ വരുന്നത്. അപ്പൊ വിവരാവകാശ കമ്മീഷൻ വന്നത് 2005. ആദ്യത്തെ ചെയർമാൻ ആരാ? വജാഹത്ത് ഹബീബുള്ള. വിവരാവകാശ കമ്മീഷനായ ആദ്യത്തെ ചെയർമാൻ വജാഹത്ത് ഹബീബുള്ള. കേന്ദ്രത്തിലെ വജാഹത്ത് ഹബീബുള്ള ആണെങ്കിൽ കേരളത്തിൽ ആരായിരുന്നു ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് പാലാട്ട് മോഹൻദാസ് ആണ്. വിവരാവകാശ കമ്മീഷൻ കേരളത്തിൽ 2005 ഡിസംബർ മാസം 18 അല്ലെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വന്നത് എന്നൊക്കെ ചോദിക്കാം. 2005 ഡിസംബർ 19 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വരുന്നത് അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാ വന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ആദ്യത്തെ ചെയർമാൻ. 1993 ഒക്ടോബർ 12 മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത്. കേന്ദ്രത്തിൽ രംഗനാഥ മിശ്രയും കേരളത്തിലാകുമ്പോൾ പരീത് പിള്ളയും. കേരളത്തിൽ എന്നാ വരുന്നത്? 93 കേന്ദ്രമാകുമ്പോൾ കേരളം എന്നാ 98 പറയണേ. 1998 ഡിസംബർ മാസം 11 കേരളത്തിൽ വരുന്നത്. പരീത് പിള്ള, എം പരീത് പിള്ളയായിരുന്നു. അതുപോലെ വനിതാ കമ്മീഷൻ എന്നാ വരുന്നത്? വനിതാ കമ്മീഷൻ കേന്ദ്രത്തിൽ വരുന്നത് 92 കേരളത്തിൽ വരുന്നത് 96 92 ജനുവരി 31 ജയന്തി പട്നായിക് വനിതാ കമ്മീഷൻ അല്ലെ. ജയന്തി പട്നായിക്കാണ്. കേരളത്തിലാകുമ്പോൾ 96 നമ്മൾ പറയേണ്ടത്. 96 മാർച്ച് 14 കേന്ദ്രത്തിലെ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമകളെന്നും കേരളത്തിന്റെ ആണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഏതായിരുന്നു? ശ്രീശക്തിയുമാണ് കേരളത്തിൽ. അപ്പം ജയന്തി പട്നായിക്കും കേരളത്തിൽ ആരായിരുന്നു? സുഗതകുമാരി. കേന്ദ്രത്തിൽ ജയന്തി പട്നായിക് ആണെങ്കിൽ കേരളത്തിൽ ആരായിരുന്നു? ആദ്യത്തത് സുഗതകുമാരി. വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷ അംഗത്തിന്റെ പേര് ചോദിച്ചിട്ടില്ലേ? അലോക് റാവത്ത് എന്ന് പറയുന്നത്. എന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വന്നത്? 98 ഡിസംബർ 11 മനുഷ്യാവകാശ കമ്മീഷൻ വന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ഒരു മലയാളി ഉണ്ടായിരുന്നല്ലോ. ആരായിരുന്നു? KG ബാലകൃഷ്ണൻ. മലയാളി ചെയർമാനായ KG ബാലകൃഷ്ണൻ. ജനിച്ചത് എവിടാന്നറിയാമോ? കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ്. കോട്ടയം ജില്ലയിലല്ലേ നമ്മളെ KR നാരായണൻ ജനിച്ചത്? KR നാരായണൻ കോട്ടയം ജില്ലയിലെ ഉഴവൂരാണ് ജനിച്ചത് അല്ലെ. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലമല്ലേ കർമ്മഭൂമി അഥവാ ഉദയഭൂമി. ആരുടെ സമാധി സ്ഥലമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് KR നാരായണന്റെ ആയിരുന്നു അല്ലെ. അപ്പൊ കോട്ടയം ജില്ലയിലെ ഉഴവൂർ. കോട്ടയം ജില്ലയിൽ ജനിച്ച പിന്നെ ഒരു പ്രശസ്ത വ്യക്തിയല്ലേ നമ്മുടെ അരുന്ധതി റോയ്. ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി എന്ന് ചോദിച്ചാൽ അരുന്ധതി റോയ്. 1997 ബുക്കർ സമ്മാനം നേടിയത് അരുന്ധതി റോയ് ആയിരുന്നു കേട്ടോ. ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്ന കൃതിക്കാണ് അരുന്ധതി റോയ്. പിന്നെ കിരൺ ദേശായിക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന് പറയുക ഇന്ത്യക്കാരി കിരൺ ദേശായി. പിന്നെ നമുക്ക് അരവിന്ദ അടികയ്ക്ക് ദ വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന കൃതിക്ക് അരവിന്ദ അടികയ്ക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി ചെയർമാൻ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്. പിന്നെ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിനെയും പഠിക്കാറുണ്ട് അല്ലെ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെയെന്ന് ചോദിച്ചാലും തലയോലപ്പറമ്പിലാണ് നമ്മൾ പറയേണ്ടത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയുടെ പേരല്ലേ ഓർമ്മയുടെ അറകൾ ആരുടെയെന്ന് ചോദിച്ചാലും നമ്മൾ ബഷീറിന്റെ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ നമ്മൾ പറയേണ്ടത്. അടുത്ത ചോദ്യം നോക്കേ. ചൂഷണത്തിനെതിരെ ഇന്ത്യയിൽ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 23ഉം 24ഉമാണ്. ചൂഷണത്തിനെതിരെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ബാലവേലയൊക്കെ 24ഉം 23 അടിമത്തം ഒക്കെ നമ്മൾ പറയാറില്ലേ, അടിമവേല ചെയ്യുന്നതും ഒക്കെ. ചൂഷണത്തിനെതിരെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? 23ഉം 24ഉമാണ്. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ കുറിച്ചൊന്ന് പറയാമോ? കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. നിയമം കൊണ്ടുവന്നത് 2009 ഓഗസ്റ്റില്. പക്ഷെ നിലവിൽ വന്നത് ചോദിച്ചാൽ ആ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 നമ്മൾ പറയേണ്ടത്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഈ സംസ്ഥാനത്ത് ഈ പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയല്ലോ. നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശം ഏത് ഭരണഘടനാ
ഭേദഗതി അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് 2002 86 ഭേദഗതി പ്രകാരം 93 ഭേദഗതി ബില്ല്. അപ്പം ഭേദഗതി എത്രാന്ന് ചോദിച്ചാൽ 86, വർഷം തെറ്റരുതേ. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് 86, 2002 86 ഭേദഗതി ബില്ല് എന്ന് ചോദിച്ചാൽ 93 നമ്മൾ പറയേണ്ടത്. ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പേരെന്തായിരുന്നു? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കൺട്രോളർ CAG എന്നാണ് വരവ് ചെലവ് കണക്കുകളെ കുറിച്ച് പരിശോധിക്കുന്നത്. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് എന്നാണെന്നറിയാമോ? ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് 95-ലാണ്. ത്രിതല പഞ്ചായത്ത് നിലവിൽ വന്നത് എന്നാണ് 95. ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് ത്രിതല പഞ്ചായത്ത് എന്നല്ല, വെറും ചോദിക്കുക, കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത്. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് 1994 ഏപ്രിൽ 23 പറയാവും. ഇങ്ങനെ എടുത്തു ചോദിക്കുക, ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നത് 95 കൂടിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകളുടെ സംവരണം എത്ര ശതമാനമാണ്? 50% അല്ലെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകളുടെ സംവരണ ശതമാനം എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എത്രയായിരുന്നു? 50% നിങ്ങൾ പറയേണ്ടത്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട ഡേറ്റ് എന്നായിരുന്നു? അംഗീകരിക്കപ്പെട്ട ഡേറ്റ് 49 നവംബർ 26 അല്ലെ? 1949 നവംബർ 26 അംഗീകരിക്കപ്പെട്ടത്, സ്വീകരിക്കപ്പെട്ടത്. നവംബർ 26 ഭരണഘടനാ ദിനം, നിയമദിനം എന്നൊക്കെ ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് ഏതായിരുന്നു? നവംബർ 26. ഈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് ഗവർണർ ആണെങ്കിലും നീക്കം ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? രാഷ്ട്രപതി. പഞ്ചശീല തത്വങ്ങൾ ഏതൊക്കെ വർഷമാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ. പഞ്ചശീല തത്വം 1944 അല്ലെ? ചൗവൻലായി, ചൈനയിലെ പ്രീമിയർ ആയ ചൗവൻലായും നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ തെറ്റരുത്. നല്ലൊരു ചോദ്യം. പഞ്ചശീല തത്വം ഏത് വർഷം? 54 പഞ്ചശീല തത്വം. പഞ്ചവത്സര പദ്ധതി ഏത് വർഷമാണ്? പഞ്ചവത്സര പദ്ധതി ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1951 പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ 51 പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാ? 9ാം പഞ്ചവത്സര പദ്ധതിയെ ജനകീയ പദ്ധതി. കേരള വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിളിക്കുന്നത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. തെറ്റിപ്പോരുത്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9 ആണെങ്കിൽ, കേരള വികസന പദ്ധതി 10 ആണെങ്കിൽ, വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? 11. വിദ്യാഭ്യാസ പദ്ധതി എന്ന് 11ാം പഞ്ചവത്സര പദ്ധതിയെ വിളിച്ചത് മൻമോഹൻ സിംഗ് ആണ്. നമ്മുടെ മൻമോഹൻ സിംഗ് ആയിരുന്നു കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദയാണ് കേട്ടോ. ഗുൽസാരിലാൽ നന്ദയാണ് ആദ്യത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രി എന്ന് വിളിക്കുന്നത്. ഗുൽസാരിലാൽ നന്ദയാണ് ആദ്യത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രി. ആക്ടിംഗ് പ്രസിഡന്റ് ആരാന്നറിയാമോ? ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് VV ഗിരിയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? VV ഗിരി. VV ഗിരിക്ക് ഒരു ചോദ്യം ഇമ്പോർട്ടന്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയത് ആരെന്ന് ചോദിച്ചിട്ടില്ലേ? കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയത് VV ഗിരിയാണ്. മൈ ലൈഫ് ആൻഡ് ടൈംസ് ആണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതി. മൈ ലൈഫ് ആൻഡ് ടൈംസ് ആണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതി. ഏത് പ്രധാനമന്ത്രിയുടെ സമാധി സ്ഥലമാണ് വീർഭൂമി? രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലം വീർഭൂമി. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ശാന്തി വനമാണ്. ഇന്ദിരാഗാന്ധിയുടെയാണ് ശക്തിസ്ഥൽ. ഇന്ദിരാഗാന്ധിയുടെ ഏതെന്ന് ചോദിച്ചാൽ ശക്തിസ്ഥൽ. ജവഹർലാൽ നെഹ്റുവിന്റെ വീർഭൂമി. വീർഭൂമി ആരുടെയായിരുന്നു? രാജീവ് ഗാന്ധി. BR അംബേദ്കറുടെ ഏതാണെന്ന് അറിയാമോ? ചൈത്രഭൂമി അഥവാ ചൈതന്യഭൂമിയാണ് BR അംബേദ്കറുടെ സമാധി സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ. അങ്ങനെയുള്ള പരീക്ഷയ്ക്ക് ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. സരോജിനി നായിഡുവിന്റെ പ്രധാന ആത്മകഥാപരമായ ഒരു ബുക്കാണ് ബ്രോക്കൺ വിങ്സ് കേട്ടോ. വിങ്സ് ഓഫ് ഫയർ APJ അബ്ദുൽ കലാമിന്റെ. ബ്രോക്കൺ വിങ്സ് ആരുടെ എന്ന് വെച്ചാൽ സരോജിനി നായിഡു. ഗോൾഡൻ ത്രഷോൾഡ് അവരുടെ ഒരു കൃതിയുടെ പേരും വീട്ടുപേരും ഒക്കെ ഗോൾഡൻ ത്രഷോൾഡ് എന്നാണ് കേട്ടോ. കൃതിയുടെ പേരും ഗോൾഡൻ ത്രഷോൾഡ് ആണ്. സരോജിനി നായിഡുവിന്റെ പ്രധാന, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ പ്രസിഡന്റ്. വർഷം ഒന്ന് പറയാമോ? 1925 കാൺപൂർ സെക്ഷൻ ആണ്. 24 നമ്മുടെ ഗാന്ധിജിയാണ്. ബെൽഗാം സെഷൻ. ഗാന്ധിജി ബെൽഗാമാണ്. ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാമാണ്. വനം കൂടുതൽ എന്ന് മാത്രം ചോദിച്ചാൽ മധ്യപ്രദേശും പറയണം. ഇനി എടുത്തു ചോദിക്കുക, ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മിസോറാമാണ്. ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നറിയാമോ? വനം ഏറ്റവും കുറവും ശതമാനാടിസ്ഥാനത്തിൽ കുറവെന്ന് ചോദിച്ചാലും ഹരിയാന നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഹരിയാനയാണ്. കേരളത്തിൽ വനം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഇടുക്കിയാണ്. വനം ഏറ്റവും കൂടുതൽ ഇടുക്കി, വനം കുറവ് ആലപ്പുഴ ജില്ലയിലാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ വനം ഏറ്റവും കൂടുതൽ എവിടെയാണ്? മിസോറാമാണ്. ഇനി കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാലോ? ഇന്ത്യയിൽ വനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം നേരത്തെ ആൻഡമാൻ നിക്കോബാർ ആയിരുന്നു. ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ മാറിയിട്ട് ഇപ്പോൾ എന്തായിട്ട് മാറി?
ജമ്മു കാശ്മീർ. വനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ജമ്മു കാശ്മീരാണ് നിങ്ങൾ പറയേണ്ടത്. പാർലമെന്റ് എന്ന് പറയുന്ന ആരൊക്കെ ചേരുന്നതാണെന്ന്? പാർലമെന്റ് എന്ന് പറയുന്നത് ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേരുന്നതാണ് അല്ലേ. ലോകസഭയുടെ കാലാവധി എത്ര വർഷമാണ്? ലോകസഭയുടെ കാലാവധി 5 വർഷം. രാജ്യസഭയുടെ കാലാവധിയോ ഉണ്ടോ? രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ അംഗത്തിന്റെ കാലാവധി 6 വർഷം എന്ന് പറയണം കേട്ടോ. രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ? ഇല്ല. രാജ്യസഭ അംഗത്തിന്റെ കാലാവധി 6 വർഷം. രാഷ്ട്രപതിയാകുമ്പോൾ നമുക്ക് 5 വർഷം കൂടുമ്പോഴാണ് അല്ലേ. ഒരു രാഷ്ട്രപതിയാകാൻ എത്ര വയസ്സ് വേണം? 35 വയസ്സ്. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഗവർണറും ഒക്കെ ആകണമെങ്കിൽ എത്ര വയസ്സ് വേണം? 35 വയസ്സ്. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ നമുക്ക് 25 വയസ്സ് നമുക്ക് പറയാം. ഓക്കെ. രാജ്യസഭയിലേക്ക് 30 വയസ്സ്. ലോകസഭയിലോ സംസ്ഥാന നിയമസഭയൊക്കെ ചോദിച്ചാലോ 25 പറഞ്ഞാൽ മതി കേട്ടോ. ലോകസഭയും സംസ്ഥാന നിയമസഭയൊക്കെ 20. കേരള സാഹിത്യ അക്കാദമി എന്നാ വന്നത്? കേരള സാഹിത്യ അക്കാദമി വന്നത് 1950-ലാണ്, 56-ലാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ്. സാഹിത്യ അക്കാദമി 56-ലും സംഗീത അക്കാദമി 58-ലും ലളിതകലാ അക്കാദമി വന്നത് 62-ലുമാണ്. അത് മൂന്നും തെറ്റിപ്പോരുതേ. സാഹിത്യ അക്കാദമി വന്നത് 56, സംഗീത അക്കാദമി വന്നത് 58, ലളിതകലാ അക്കാദമി വന്നത് എവിടെയാണ്? 62-ൽ. മൂന്നും വന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരല്ലേ കേരള കലാമണ്ഡലം? കേരള കലാമണ്ഡലത്തിന്റെ വർഷം എന്നാണ്? കേരള കലാമണ്ഡലത്തിന്റെ വർഷം ഏതെന്ന് ചോദിച്ചാൽ 1930-ലാണ്. ഈ തൃശ്ശൂർ തന്നെയാണ് KSFE ഇല്ലേ, നമ്മളെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്റർപ്രൈസസ്, KSFEയുടെ ആസ്ഥാനവും തൃശ്ശൂർ ഭദ്രതാ ഭവൻ കേട്ടോ. തൃശ്ശൂർ ഭദ്രതാ ഭവൻ. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനവും തൃശ്ശൂർ അയ്യങ്കാളി ഭവനാണ്. തെറ്റിപ്പോരുത്. തൃശ്ശൂർ അയ്യങ്കാളി ഭവനാണ് വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം. അപ്പൊ സാഹിത്യ അക്കാദമി എന്നാ വന്നത്? 1956-ലാണ് സാഹിത്യ അക്കാദമി വരുന്നത്. KCB വന്നത് 57-ലാണ്. KCB കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വന്നത് ചോദിച്ചാൽ 57-ലും. ഈ KSRTC വന്നത് എന്നു ചോദിച്ചാൽ 65-ഉം പറയണം. KSFE ഇപ്പം പഠിച്ചു 69. അപ്പൊ KCB 57, KSRTC 65, KSFE എന്നായിരുന്നു 69-ആണ്. ലക്ഷദ്വീപിലെ ഏറ്റവും ജനസംഖ്യയുള്ള ദ്വീപാണ് കവരത്തി എന്ന് വിളിക്കുന്നത് കേട്ടോ. ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതാണ്? കവരത്തിയാണ് നമ്മൾ പറയേണ്ടത്. ഏറ്റവും വലിയ ദ്വീപ് ചോദിച്ചാൽ ആന്ത്രോത്താണ് പറയേണ്ടത്. ആന്ത്രോത്തും ചെറുത് ബിത്രയും. ഏറ്റവും ജനസംഖ്യ കൂടിയത് കവരത്തിയും, ജനസംഖ്യ കുറവ് ബിത്രയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ലക്ഷദ്വീപിന്റെ തലസ്ഥാനവും കവരത്തി അല്ലെ. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാലും കവരത്തിയാണ് നമ്മൾ പറയേണ്ടത്. അഗത്തി എന്ന് പറയുന്നതാണ് അവിടുത്തെ വിമാനത്താവളത്തിന്റെ പേര്. ലക്ഷദ്വീപിലെ വിമാനത്താവളത്തിന്റെ പേര് അഗത്തി വിമാനത്താവളമാണ്. അവിടുത്തെ പക്ഷി സങ്കേത കേന്ദ്രം പഠിച്ചു വെച്ചേരെ. പിറ്റി പക്ഷി സങ്കേത കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപിലാണ് കേട്ടോ. പോയിന്റ് കാലിമർ പക്ഷി സങ്കേത കേന്ദ്രം തമിഴ്നാട്ടിലാണ്. പോയിന്റ് കാലിമർ പക്ഷി സങ്കേത കേന്ദ്രം തമിഴ്നാട്ടിൽ. വേടൻ തങ്കലക്ക തമിഴ്നാട് നമുക്ക് പറയാം. ഓക്കെ. ബന്ദിപ്പൂർ എവിടെ? ബന്ദിപ്പൂർ കർണാടക. ബന്ദിപ്പൂർ എവിടെയെന്ന് ചോദിച്ചാൽ കർണാടക. മേലപ്പാട്ട് പക്ഷി സങ്കേത കേന്ദ്രം ആന്ധ്രാപ്രദേശിലാണ്. മേലപ്പാട്ട്. ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകളുണ്ട്? 36 ദ്വീപുകളാണ് ലക്ഷദ്വീപിൽ ഉള്ളത്. എത്ര ദ്വീപുകൾ എന്ന് വെച്ചാൽ 36 ദ്വീപുകളാണ്. ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായ വർഷം എന്ന? ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായത് 11-ലാണ് അല്ലെ. ജനഗണമന ആദ്യമായിട്ട് പാടിയത് 11-ലാണ്. ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് 11-ലാണ്. ആദ്യമായിട്ട് ഒരു ബ്രിട്ടീഷ് രാജാവായ ജോർജ് 5-മൻ ഇന്ത്യ സന്ദർശിക്കുന്നതും 11-ലാണ്. അപ്പൊ 11 4 പഠിച്ചേ. ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായി. ദേശീയഗാനമായ ജനഗണമന ആദ്യമായിട്ട് INC-യിൽ പാടി. പിന്നെ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തു. ആദ്യമായിട്ട് ബ്രിട്ടീഷ് രാജാവ് ജോർജ് 5-മൻ ഇന്ത്യ സന്ദർശിച്ചു. ജോർജ് 5-മനാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യയിൽ കെട്ടിയത് ഏതാണ്? ജോർജ് 5-മന്റെ ഓർമ്മയ്ക്കായിട്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് കെട്ടിയത്. ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ഡൽഹിയിലും. തിരിഞ്ഞു പോരുത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിലും, ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലുമാണ്. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ചോദിച്ചാൽ കർണാടക എഴുതിക്കളയിൽ തമിഴ്നാടാണ് നമ്മൾ പറയേണ്ടത്. തമിഴ്നാട്. നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? ഗുജറാത്താണ്. നിലക്കടല, പരുത്തി ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. ഉപ്പ് ഏറ്റവും കൂടുതലൊക്കെ ഗുജറാത്തിലാണ് നമ്മൾ പറയേണ്ടത്. ഗുജറാത്തിലല്ലേ ആനന്ദ് എവിടെയെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. നമ്മളുടെ അമുൽ 1946-ൽ വന്ന ഗുജറാത്തിലെ അമുൽ. നമ്മുടെ മലയാളിയായ വർഗീസ് കുര്യനാണ് ഇതിന്റെ പ്രധാന പ്രവർത്തകൻ. വർഗീസ് കുര്യന്റെ ഓപ്പറേഷൻ ഫ്ലഡ് നമ്മൾ പഠിക്കത്തില്ലേ? ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെടുന്നു? പാൽ ഉൽപാദനവുമായി ബന്ധപ്പെടുന്നതാണ് ഓപ്പറേഷൻ ഫ്ലഡ്. 1970-ലാണ്. അമുൽ എന്നു ചോദിച്ചാൽ 46 പറയണം. ഗുജറാത്തിലെ അമുൽ സ്ഥാപിതമായത് 46-ല്. ഓപ്പറേഷൻ ഫ്ലഡ് പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ 70. വർഗീസ് കുര്യൻ ഏത് ജില്ലക്കാരൻ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വർഗീസ് കുര്യൻ ഏത് ജില്ലക്കാരൻ? കോഴിക്കോടുകാരനാണ് നമ്മുടെ വർഗീസ് കുര്യൻ. VK കൃഷ്ണമേനോൻ ഇവരൊക്കെ ഏത് ജില്ലക്കാരൻ എന്ന് ചോദിച്ചാൽ കോഴിക്കോടുകാരാണ്. നമ്മൾ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ചത് 2008 നവംബർ 4-ലാണ്. ദേശീയ നദിയായിട്ട് നമ്മുടെ ഗംഗയെ പ്രഖ്യാപിച്ചവന്ന വർഷം 2008 നവംബർ 4-ലാണ്. അത് നല്ലൊരു ചോദ്യമായിരുന്നു. ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിച്ച വർഷം ചിലപ്പം പരീക്ഷയ്ക്ക് കയറി ചോദിച്ചാലോ. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ ദേശീയ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിനെ തൊട്ടടുത്ത്
അടുത്ത വർഷമാണ് കേട്ടോ, 2009 പിന്നെ ദേശീയ പൈതൃക ജീവിയായിട്ട് ആനയെ പ്രഖ്യാപിച്ചത് അതിനടുത്ത വർഷം 2010. അടുത്തടുത്ത് പഠിച്ചു നോക്കാം. അപ്പൊ നദിയായിട്ട് ഗംഗ വന്നത് 2008, ഗംഗ ഡോൾഫിൻ വന്നത് 2009, ആന പൈതൃക മൃഗമായിട്ട് വന്നത് എന്നായിരുന്നു 2010 ആന വന്നത്. ദേശീയ കലണ്ടറായ ശക കലണ്ടർ വന്ന വർഷം പറയാമോ? ശക കലണ്ടർ വന്നത് 57 മാർച്ച് 22 1957 മാർച്ച് 22 ശക കലണ്ടർ വന്നു. ദേശീയ ഗാനവും ദേശീയ ഗീതവും വന്നത് 50 ജനുവരി 24. ദേശീയ ഗാനവും ഗീതവും വന്നത് 50 ജനുവരി 24. പക്ഷെ ദേശീയ മുദ്ര വന്നത്, സിംഹമുദ്രയിലെ ദേശീയ മുദ്ര വന്നത് 50 ജനുവരി 26 തന്നെ എടുത്തു പറയണം കേട്ടോ. 50 ജനുവരി. നമ്മുടെ കടുവയെ ദേശീയ മൃഗമാക്കിയത് 72 മുതലാണ്. മയിലിനെ ദേശീയ പക്ഷിയാക്കിയത് 63 മുതലാണ്. മയിലിനെ ദേശീയ പക്ഷിയാക്കിയത് 63-ലാണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണോ ആന്ധ്രയാണോ? ആന്ധ്ര എന്നാ പറയേണ്ടത്. 53-ലാണ് ആന്ധ്ര വരുന്നത് കേട്ടോ. ആന്ധ്രാവ്. അടുത്ത ഓക്കെ, ബോറോ ഗുഹ ഏത് സംസ്ഥാനത്താന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലാണ് നമ്മൾ പറയുന്നത്. അജന്ത എല്ലോറ ഗുഹകൾ എവിടെയാണ്? അജന്ത എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ്, ഔറംഗാബാദിൽ നമ്മൾ പഠിക്കാറുണ്ട്. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമാണ് നീണ്ടകര. അത് ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ്. പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന കേന്ദ്രം ഏതെന്ന് വെച്ചാൽ നീണ്ടകരയാണ്, നമ്മളെ കൊല്ലം ജില്ലയിലാണ് നമ്മൾ പറയേണ്ടത്. കാസർഗോഡ് ജില്ലയാണല്ലോ അവസാനം നിലവിൽ വന്നത് 1984 മെയ് മാസത്തിൽ. കാസർഗോഡ് ജില്ല ഏറ്റവും അവസാനം വന്നത്. ഏറ്റവും വലിയ കോട്ട എവിടെയല്ലേ? ബേക്കൽ കോട്ട അല്ലെ? ബേക്കൽ കോട്ടയാണ് ഏറ്റവും വലിയ കോട്ട കാസർഗോഡ് ജില്ലയിലെ. കായൽ മധ്യത്തിലുള്ള ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, ഏതായിരുന്നു കായൽ മധ്യത്തിലുള്ള ക്ഷേത്രം? അനന്തപുരം ക്ഷേത്രം അല്ലെ? അനന്തപുരം ക്ഷേത്രം കായൽ മധ്യത്തിലാണ്. ബബിയ എന്ന് പറയുന്ന ഒരു മുതലയൊക്കെ അവിടെ ഉണ്ടെന്ന് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? അപ്പം അനന്തപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്, ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. അങ്ങനെ ഒത്തിരി പ്രത്യേകതയുണ്ട് കാസർഗോഡ് ജില്ലയ്ക്ക് അല്ലെ? ഇപ്പോൾ തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്, കുടിലു നമ്മൾ പറയാറുണ്ട്. തോട്ടവിള ഗവേഷണ കേന്ദ്രമൊക്കെ കാസർഗോഡ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സമരങ്ങൾ നടന്നില്ലേ? തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ചീമേനി എന്ന് പറയുന്നുണ്ട്. ചീമേനി ഒരു പ്രകൃതി വാതക നിലയം, ചീമേനി കാസർഗോഡ് ജില്ലയിലെ തോൽവിറക് സമരം. കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് കയ്യൂര് ഹോസ്ദുർഗ് താലൂക്കിലെ അല്ലെ? ഏത് നദീതീരമാണ് കയ്യൂർ സമരം നടന്ന നദീതീരം? കരിയങ്കോട്ട് നദി അഥവാ തേജസ്വിനി നദി എന്നൊക്കെ പറയാറില്ലേ? കരിയങ്കോട്ട് നദിയിലാണ് കയ്യൂർ സമരം നടന്നത് നമ്മൾ പറയും. ധോണി വെള്ളച്ചാട്ടം പാലക്കാട് ജില്ലയിലാണ്. ധോണി വെള്ളച്ചാട്ടം പാലക്കാട് ജില്ലയിൽ. അതുപോലെ പരീക്ഷയ്ക്ക് മലമ്പുഴ അണക്കെട്ട് പാലക്കാട് ജില്ലയിലല്ലേ? ഭാരതപ്പുഴയിലാണ് മലമ്പുഴ അണക്കെട്ട് എന്ന് വിളിക്കുക. പ്രോജക്ട് എലിഫന്റ് 92-ലാണ്. പ്രോജക്ട് എലിഫന്റ്. പ്രോജക്ട് ടൈഗർ 73-ല്. തെറ്റിപ്പോരുത്. പ്രോജക്ട് എലിഫന്റ് എന്ന് ചോദിച്ചാൽ 92-ഉം പ്രോജക്ട് ടൈഗർ എന്ന് ചോദിച്ചാൽ 1973 നമ്മൾ പറയേണ്ടത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി ചാലക്കുടി പുഴയാണ്. മത്സ്യസമ്പത്തുള്ള നദിയും ചാലക്കുടി പുഴ. എത്രാം സ്ഥാനം നദികളിൽ ചാലക്കുടി പുഴയ്ക്ക്? 5-ാം സ്ഥാനം അല്ലെ? 5-ാം സ്ഥാനം. ആദ്യം പെരിയാർ, 2 ഭാരതപ്പുഴ, 3 പമ്പ, 4 ചാലിയാർ, 5 ചാലക്കുടി പുഴ, 6 കടലുണ്ടിപ്പുഴ. 6 കടലുണ്ടിപ്പുഴയാണ്. ഏറ്റവും ചെറുതേതാ? മഞ്ചേശ്വരം. ഉപ്പളക്കായലിൽ പതിക്കുന്ന ബാലപ്പൂണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഉപ്പളക്കായലിൽ പതിക്കുന്ന മഞ്ചേശ്വരമാണ് ഏറ്റവും ചെറുത്. 16 കിലോമീറ്ററേ ഉള്ളൂ. മിനി പമ്പ പദ്ധതി പമ്പയിലാണോ? അല്ല, ഭാരതപ്പുഴയിലാണ് മിനി പമ്പ. പേരാലെന്നും നിള എന്നും പേരാലെന്നൊക്കെ അറിയപ്പെടുന്നു. ഗായത്രി പുഴ, കണ്ണാടി പുഴ, തൂതപ്പുഴയൊക്കെ ഏത് നദിയുടെ പോഷക നദി എന്നൊക്കെ ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് ഭാരതപ്പുഴ. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഭാരതപ്പുഴയ്ക്കാണ് കേട്ടോ. ജലസേചന പദ്ധതി ഭാരതപ്പുഴയിലാണ്. ജില്ല ചോദിച്ചാൽ പാലക്കാട് പറയണം കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതിയുള്ള ജില്ല ഏതായിരുന്നു? ജില്ല ഏതെന്ന് ചോദിച്ചാൽ പാലക്കാടാണ് നമ്മൾ പറയേണ്ടത്. ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കിയാണ്. താഷ്കന്റ് കരാർ 66-ലാണ്. 1966-ലാണ് താഷ്കന്റ് കരാർ. ആരൊക്കെയായിരുന്നു താഷ്കന്റ് കരാറിൽ ഒപ്പിട്ടത്? ലാൽ ബഹദൂർ ശാസ്ത്രിയും അയ്യൂബ് ഖാനും ചേർന്നാണ് താഷ്കന്റ് കരാറിൽ ഒപ്പിടുന്നത്. ത്രികോണാകൃതിയിലുള്ള സമുദ്രം ഏതാ? പസഫിക് സമുദ്രം അല്ലെ? മറ്റൊരു പേരെന്താ പസഫിക് സമുദ്രത്തിന്റെ? ശാന്ത സമുദ്രം. മെക്കല്ലനാണ് പേര് കൊടുത്തത്. ത്രികോണാകൃതിയിലുള്ള സമുദ്രം പസഫിക് സമുദ്രം, എസ് ആകൃതിയിലുള്ള സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം, ഡി ആകൃതിയിലുള്ള സമുദ്രം ആർട്ടിക് സമുദ്രമാണ്. തെറ്റിപ്പോരുത്. ആ 3 ചോദിക്കാം. ത്രികോണാകൃതിയിൽ പസഫിക്, എസ് ആകൃതിയിൽ അറ്റ്ലാന്റിക്, ഡി ആകൃതിയിൽ ഏതാ? ആർട്ടിക് സമുദ്രം. പസഫിക് സമുദ്രത്തിന് ഏറ്റവും വലിയ സമുദ്രവും പസഫിക് സമുദ്രമാണ് കേട്ടോ. ഏറ്റവും വലിയ സമുദ്രം ഏതെന്ന് വെച്ചാൽ പസഫിക്. ആസാം, ബംഗാൾ എന്നിവിടങ്ങളിൽ ഇടിയോടുകൂടിയ കനത്ത മഴയോടനുബന്ധിച്ച് കിടക്കുന്ന അനുബന്ധിച്ചുള്ള ഉഷ്ണക്കാറ്റ് നോർവെസ്റ്റർ ആണ്. കാൽവൈശാഖി എന്നൊക്കെ അറിയപ്പെടാം. നോർവെസ്റ്റർ ആണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് എന്ന് ചോദിച്ചാൽ ലൂ പറയണം. ലൂ. കേരളം, കർണാടക പ്രദേശങ്ങളിൽ വീശുന്ന കാറ്റ് ഏതെന്ന് വെച്ചാൽ മാംഗോ ഷവറാണ്. ഈ കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ കാറ്റ് ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? ഏതായിരുന്നു? ചെറി ബ്ലോസം ആണ്. നബാർഡ് എന്നാണ് വന്നത്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി രൂപീകരിച്ച നബാർഡ് 1982 ജൂലൈ 12-നാണ് നബാർഡ് രൂപീകരിച്ചത്. മുംബൈയാണ് നബാർഡിന്റെ ആസ്ഥാനം. എവിടെയെന്ന് വെച്ചിട്ടുണ്ട്? മുംബൈ. റിസർവ് ബാങ്ക് 35-ലാണ് വരുന്നത്, ഏപ്രിൽ 1-ന്. അതും മുംബൈയാണ് ആസ്ഥാനം. റിസർവ് ബാങ്ക്. നബാർഡ് വന്നത് 82 ജൂലൈ 12. ഡേറ്റോടുകൂടി ചോദിക്കാം.
അറിയാം. ശിവരാമൻ കമ്മീഷൻ പ്രകാരമാണ് നബാർഡ് വന്നത്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമയത്ത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് AC മജുംദാർ 1916 AC മജുംദാർ ഗാന്ധിജി നെഹ്റു ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് 1916 പറയാറുണ്ട്. അതുപോലെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ചത് 16 പറഞ്ഞിട്ടുണ്ട്. ഇവർ പിരിഞ്ഞത് 1907 സൂററ്റ് വിഭജനം അല്ലെ, റാഷ് ബിഹാരി ഘോഷ് 1857 യുദ്ധത്തിൽ ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ജനറൽ ഫക്ത് ഖാനാണ്. 1857 വിപ്ലവത്തിൽ ഡൽഹിയിൽ ജനറൽ ഫക്ത് ഖാനും നമ്മുടെ അന്നത്തെ ബഹദൂർ ഷാ സെക്കൻഡും ഉണ്ടായിരുന്നു ഡൽഹിയിൽ. ബീഹാറിൽ കൻവർ സിംഗ് നമ്മൾ പഠിക്കാറുണ്ട്. പഞ്ചാബ് സിംഹം എന്ന് വിളിക്കുന്നത് ആരെയാണ്? പഞ്ചാബ് കേസരി, പഞ്ചാബ് സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ലാല ലജ്പത് റായെ നമുക്ക് അങ്ങനെ അപരനാമത്തിൽ അറിയാം. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മനസ്സാണ് ദൈവം. ആദ്യമായിട്ട് ഉപയോഗിച്ച ത്രിവർണ്ണ പതാകയിൽ എത്ര പതാകകളുണ്ട്? 8 പതാകകൾ. പ്രവിശ്യകളെ സൂചിപ്പിക്കുന്ന 8 പതാകകൾ. അഗാഖാൻ കൊട്ടാരം എവിടെയാണ്? അഗാഖാൻ കൊട്ടാരം പൂനെയിലാണ് നമ്മൾ പറയേണ്ടത്. നമ്മുടെ കസ്തൂർബ ഗാന്ധി അന്തരിച്ച കൊട്ടാരം എവിടെയെന്നൊക്കെ ചോദിച്ചാലും അഗാഖാൻ കൊട്ടാരമാണ് പറയേണ്ടത്. പൂനെയിലാണ്. ഡെക്കാണിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പൂന എന്ന് പറയുന്നത്. ആദ്യത്തെ വനിതാ സർവകലാശാല വരുന്നത് ഈ പൂനെയിലാണ്. നീതി ഫായ് താക്കറയുടെ പേരിൽ വനിതാ സർവകലാശാല. അപ്പൊ അഗാഖാൻ കൊട്ടാരം എവിടെയാണ്? പൂനെയാണ് നിങ്ങൾ പറയേണ്ടത്. രോഗങ്ങളുടെ രാജാവേദ? ക്ഷയമാണ് രോഗങ്ങളുടെ രാജാവ് എന്ന്. ഡോട്ട് ചികിത്സ എന്തുമായി ബന്ധപ്പെടുന്നു എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? രോഗങ്ങളുടെ രാജാവ് ക്ഷയമാണ്. വിഷൂജിക ഏതാണ്? വിഷൂജിക കോളറയാണ്. രാജകീയ രോഗം ഏതാ? ഹീമോഫീലിയ. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹീമോഫീലിയ. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് ഏതാ? സാർസ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാർസ് ആണ്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് ചോദിച്ചിട്ടില്ലേ? മലമ്പനി, ചതുപ്പ് രോഗം എന്ന്. കുതിരലാടത്തിന്റെ ആകൃതി കാണപ്പെടുന്ന അസ്ഥി സ്റ്റേപ്പിസ് ആണ്. ലാക്രിമികൽ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏതാണ്? കണ്ണുനീർ ഗ്രന്ഥിയാണ്. മനുഷ്യന്റെ ക്രോമസോം സംഖ്യ എത്ര? 46. ടൈഫസ് വരത്തുന്ന ജീവിവർഗം ഏതാ? പേനാണ് ടൈഫസ് എന്ന രോഗം. പച്ചരക്തമുള്ള ജീവികൾ അനലിഡുകൾ, നീലരക്തമുള്ള ജീവികളെ മൊളസ്കകൾ എന്ന് വിളിക്കുന്നു. പച്ചരക്ത അനലിഡുകളും നീലരക്തമുള്ള ജീവികൾ മൊളസ്കകൾ. പൊക്കാളി കൃഷി ഏത് വിളയുമായി ബന്ധപ്പെടുന്നു? നെല്ലുമായി ബന്ധപ്പെടുന്നു. പറയാൻ സമയം ഉണ്ടായിരുന്നു, പക്ഷേ 20 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. എന്നാലേ ഇതിൽ കയറുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ലാഗ് ആകുമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ സമയം കഴിഞ്ഞത് കൊണ്ടാണ്. എന്നാലും മാക്സിമം ഞാൻ പറയുന്നുണ്ട് കേട്ടോ, ഒരു നിമിഷവും വേസ്റ്റ് ആക്കാതെ ഒത്തിരി GK ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പോട്ടെ, ചിലതൊക്കെ കേട്ടോണ്ടിരിക്കുക. ഓക്കെ. ലോക നാളികേര ദിനം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സെപ്റ്റംബർ 2 നാളികേര ദിനം. സെപ്റ്റംബർ 2 തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. നാളികേര ദിനം എന്നാണ് സെപ്റ്റംബർ 2. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാന്ന് പറഞ്ഞത് നമ്മുടെ കൽപ്പന ചൗളയായിരുന്നു. ജന്മനാടാണെന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ കൊളംബിയ ദുരന്തത്തിൽ അന്തരിച്ചതല്ലേ കൽപ്പന ചൗള. അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മുടെ ഈ കാലാവസ്ഥ ഉപഗ്രഹം മെറ്റ്സാറ്റിന്റെ പേര് കൽപ്പന 1 എന്നൊക്കെ ആക്കി മാറ്റിയായിരുന്നു. അജിനോമോട്ടോയുടെ രാസനാമം മോണോ സോഡിയം ഗ്ലൂട്ടമേറ്റ് എന്നാണ് അജിനോമോട്ടോയുടെ രാസനാമം എന്ന് വിളിക്കുന്നത്. ബാക്കിയൊക്കെ സയൻസ് ഞാൻ ഇനി നാളെ ഒരു ക്ലാസ്സിൽ മാക്സിമം ഒന്ന് റിവിഷൻ നടത്തി തരാം കേട്ടോ. സയൻസ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ. ഗലീന ഏതിന്റെ അയിരാണ്? ലെഡിന്റെയാണ്. ഗലീന ഒത്തിരി പറയാനുണ്ട്. ഗലീന എന്തിന്റെ അയിരെന്ന് വെച്ചാൽ ലെഡ്, ഇൽമനൈറ്റ് ടൈറ്റാനിയം, മോണോസൈറ്റ് തോറിയം, ബോക്സൈറ്റ് അലൂമിനിയം, പീച്ച് ബ്ലെൻഡ് യുറേനിയം, ഗലീന ലെഡ്, സിന്നബാർ മെർക്കുറി അല്ലേ, അങ്ങനെ ഒത്തിരി സിന്നബാർ മെർക്കുറി, കലാമിൻ സിങ്ക്, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജമാണ് താപം എന്ന് വിളിക്കുന്നത്. ബയോഗ്യാസിലെ പ്രധാന ഘടകമാണ് മീഥെയ്ൻ. ബയോഗ്യാസ് പ്രകൃതിവാതകത്തിലേക്ക് പ്രധാന ഘടകം ഏതാണ്? മീഥെയ്ൻ. വൈദ്യുത പ്രവാഹത്തിലെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം കമ്മ്യൂട്ടേറ്റർ ആണ്. ഊർജ്ജ സംരക്ഷണ നിയമം അവതരിപ്പിച്ചതാരാണ്? ഐൻസ്റ്റീൻ ആണ്. കൊച്ചു എപ്പോഴും ചോദിക്കുന്ന ബേസിക് ചോദ്യങ്ങളെ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ളൂ. ഇതുമായിട്ട് നാളെ തന്നെ ബാലൻസ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ സയൻസ് ഒരു ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് സ്കൂൾ ടെസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ. സമയം ഒത്തിരി കടന്നു പോയത് കൊണ്ടാണ്. സമയം കറക്റ്റ് ഒരു ഓർഡർ ആക്കാൻ വേണ്ടിയായിരിക്കും അവരിങ്ങനെ ഒരു നിർദ്ദേശം തന്നിരിക്കുന്നത്. എന്നാലും മാക്സിമം ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എല്ലാം നമ്മൾ വീണ്ടും പറയുന്നത് തന്നെയാണ്. എന്നാലും പരീക്ഷയ്ക്ക് അനുബന്ധിച്ച് അടുത്ത ഒരു ക്ലാസ്സിൽ വീണ്ടും കാണാം. പോയിരുന്ന് പഠിക്കുക. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.